അങ്ങനെ ഒരു വൈകുന്നേരം ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന മോഹമുണ്ടായത്. പിന്നെ ഞാനും അവളും കുഞ്ഞും കൂടി നേരെ തിരിച്ചു നമ്മുടെ ചെട്ടിയാരെഴുത്ത് പാലം വഴി മണ്ണടി ക്ഷേത്രത്തിലേക്ക്. നാട്ടിലുള്ള മനുഷ്യന്മാരൊക്കെ ഇപ്പം ഇവിടെ വന്ന് വൈബ് ആസ്വദിക്കാറുണ്ടെന്ന് കേട്ടുകേൾവിയുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് പ്രദേശത്തിൻ്റെ ആത്മബന്ധവും കഥകളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ എത്തിയത് ഭഗവതി മഠത്തിലേക്കാണ്. അവിടെ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ച് നേരെ തിരിച്ചു നമ്മളുടെ പടിഞ്ഞാറേ ക്ഷേത്രത്തിലേക്ക്. കിഴക്കേ അമ്പലത്തിൽ പോകാൻ സമയം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് പടിഞ്ഞാറേ അമ്പലത്തിൽ ചെന്നപ്പോഴോ ചുറ്റിനും നല്ല വിളക്കൊക്കെ ആയിട്ട് നല്ല രസം. അപ്പോൾ അവിടെ നിൽക്കുന്ന അപ്പം പറഞ്ഞു, മക്കളെ നിങ്ങളും കുടിക്കോ വിളക്ക് കത്തിക്കാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ചട്ടി വിളക്കെടുത്തു, നേരെ പോയി കത്തിച്ചു. ചുറ്റുവിളക്കൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പ്രാർത്ഥിച്ച് നേരെ തിരിച്ചു ഞങ്ങൾ. അപ്പം ദേ പിന്നിലിരിക്കുന്ന കുട്ടിക്ക് വല്ലാത്തൊരു പരദാഹം. ആറ്റിലേക്ക് എടുത്ത് ചാടിക്കുമോ എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ നിന്നെടുത്ത സാധനം തിരിച്ചവിടെ കൊണ്ട് കൊടുക്കണമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തു അവർക്കൊരു പരിപ്പ് വടയും ചായ. അങ്ങനെ പാലത്തിൻ്റെ അടുത്ത് നിന്ന് പരിപ്പോടെയൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചത് മൈതാനത്തേക്കാണ്. മൈതാനത്ത് ചെന്നപ്പം ദേ ഈ കുട്ടിക്ക് ഒരേ ഒരു മ്ലേച്ഛത, വീഡിയോ ഒന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ നേരം അവിടെ പാട്ടൊക്കെ കേട്ട് ചില്ലായിട്ടിരുന്ന് കഴിഞ്ഞ് മഴക്കോള് കണ്ടപ്പം ഞങ്ങൾ വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് തന്നെ പോയി കേട്ടോ.